ഞങ്ങളും അടുത്ത ഫാമിലി ആയിട്ട് ഒരു വാൾ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഇതാണ് വീട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു പാർ ഹൗസ് ആണ്. സ്വീഡനിൽ പല തരത്തിലുള്ള വീടുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ വീട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അകത്തൊക്കെ ഒന്ന് കയറിയിട്ട് കാണാം. അപ്പോൾ ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് വലിയൊരു വാഡ്രോബാണ്. അതായത് നമ്മുടെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു വാഡ്രോബാണ് ഉള്ളത്. അവിടെ നേരെ അകത്തോട്ട് കയറിയാൽ നമ്മുടെ ഹാളാണ്. ഹാളും കിച്ചണും ഒക്കെ ഒന്നിച്ചാണ്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ്. പിന്നെ അവിടെ തന്നെ ഒരു ബാത്റൂമും ഉണ്ട് താഴത്തെ ഫ്ലോറിൽ. പിന്നെ ഒരു സ്റ്റോറേജ് റൂമും കൂടെ ഉണ്ട്. അത് നമുക്ക് ഈവൻ സ്റ്റോറേജ് റൂമായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റൂമാണ്. പിന്നെ ഇതാണ് ബാക്ക് യാർഡ് വ്യൂ കേട്ടോ. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ ബാക്ക് യാർഡാണ്. പിന്നെ ഇത് അവിടെ നിന്ന് കാണുന്ന വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ് ബാക്ക് യാർഡ്. ഇനി നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം അല്ലേ. അപ്പം മുകളിൽ ഓൾമോസ്റ്റ് ഒരു ഹാളും പിന്നെ 3 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ ഒരു ബാത്റൂമും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഈ ഒരു പോർഷനാണ് ഹാളിൻ്റെ, അതായത് സെൻട്രൽ ഹാളിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ബെഡ്റൂമിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. 3 ബെഡ്റൂമാണ് ടോട്ടലി ഉള്ളത്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ 3ാമത്തെ ബെഡ്റൂമിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. വീടൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയി ഹൗസ് വാമിങ്ങിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊരു മാംഗോ ലസ്സിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു ലസ്സിയായിരുന്നു. പിന്നെ ടേബിളിൽ എന്താ പറയുക, ഹൗസ് വാമിങ് പാല് കാച്ചലിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡെക്കറേഷൻസും എല്ലാ കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസിന്റെ ഓണേഴ്സ് ആണിത്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. പേര് പറഞ്ഞു. എന്റെ പേര് നൈതി. ഓക്കെ. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഈ വീട് ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ നിങ്ങള് ഇത് എന്താ പറയാ, വാങ്ങുമ്പോഴേ ഇങ്ങനെയാണോ? ഇതിൽ വല്ല ആൾട്രേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതൊരു അസോസിയേഷന്റെ കീഴിലാണ് വരുന്നത്. ഇന്റേണൽ മോഡിഫിക്കേഷൻ ഒന്നും അലൗഡ് അല്ല. ഓൾമോസ്റ്റ് എല്ലാം അവര് തന്ന പോലെ തന്നെയാണ്. നമ്മൾ ഫർണിച്ചേഴ്സ് മാത്രമേ മേടിച്ചുള്ളൂ. ഫർണിച്ചേഴ്സ് മാത്രം, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഇനി ആൾട്രേഷൻസ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാമോ? അതിനെന്തെങ്കിലും പെർമിഷനും കാര്യങ്ങളൊക്കെ വേണോ?
ചെയ്യാൻ പറ്റും. അതിനും ചില റൂൾസ് ഉണ്ട്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പുറത്ത് നമുക്ക് ഈ വുഡൻ ഫ്ലോറിംഗ് എക്സ്റ്റെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അസോസിയേഷനിൽ മെയിൽ അയച്ച് അപ്രൂവൽ എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടെ സ്വീഡനിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഹൗസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? എത്ര ടൈപ്പ് ഉണ്ട്, ഈ വീട് ഏത് ടൈപ്പില് കാറ്റഗറിയിൽ പെടുന്നൊക്കെ ഒന്ന് പറയൂ. 4 ടൈപ്പാണ് വരുന്നത്. കുറെ ടൈപ്പുകളുണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് 4 ടൈപ്പ് എന്ന് പറയാം. ഒന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റുകൾ നാട്ടിലുള്ള പോലെ തന്നെ. പിന്നെ വരുന്നത് ട്വിൻ ഹൗസസ് ആണ്, പാർ ഹൗസ് എന്ന് പറഞ്ഞാല്. അതൊരു കൺസ്ട്രക്ഷനിൽ 2 വീടുണ്ടായിരിക്കും, 2 ഫാമിലീസ് ഉണ്ടായിരിക്കും. പിന്നെ റോ ഹൗസസ് അല്ലെങ്കിൽ ചെയിൻ ഹൗസസ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു റോയില് ചിലപ്പോൾ ഒരു 10-12 ഹൗസസ് ഉണ്ടായിരിക്കും, അങ്ങനെ വരുന്നു. പിന്നെ വില്ലാസ്, ഇങ്ങനെ 4 ടൈപ്പ്. ഇതും അല്ലാണ്ടും കുറെ ടൈപ്പുകളുണ്ട്, പക്ഷെ ഈ 4ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വീട് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇത് പാർ ഹൗസ് ആണ്, അതായത് ഷെയർ. ഇപ്പൊ ഞങ്ങളും അടുത്ത ഫാമിലി ആയിട്ട് ഒരു കോമൺ വാള് വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇപ്പോ പറയുന്നുള്ളൂ. ഇനി വീട് എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്വറീസോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇവരായിട്ട് തന്നെ ഞാൻ വെർച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ആൻസേഴ്സ് തരുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. ടാറ്റ പറഞ്ഞു. സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് നിങ്ങൾക്ക് പോവില്ല. അതല്ല